സുധി അറിഞ്ഞിട്ടും അറിയാതെ പോകുന്നത് എന്റെ തെറ്റ്. കുഞ്ഞിനെ എടുത്തു വളർത്തുന്നത് നിരഞ്ജനയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് സുധി ചെയ്തു തന്ന കാരണത്തിനെല്ലാം നന്ദി. ഡോക്ടർ ഹിമയുടെ വീട്ടിലെത്തിയ അമ്പിളിയും രേവതിയും അർച്ചനയെ കണ്ടുമുട്ടുന്നു. എവിടെയായിരുന്നു ചേച്ചി? അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അർച്ചന റോസ്മലയിലേക്ക് പോകുന്നു. രാത്രി മഴ തുടരുന്നു. മോളെ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒന്ന് വിളിക്കാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലോ മോളെ. എന്റെ കുഞ്ഞല്ലാതെ നിങ്ങളെ ആരും കാണില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാ. ചെവളെ ആ വീട്ടിൽ വന്ന വിവരമൊക്കെ ചിറ്റപ്പൻ പറഞ്ഞായിരുന്നു. പിന്നീട് ഊണും ഉറക്കവും ഇല്ലാതെയാ ഇത്രയും ദിവസം ഞങ്ങൾ തള്ളി നീക്കിയത്. കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞപ്പോ ഇവള് ഒരു കടുങ്കൈക്ക് വരെ ശ്രമിച്ചു. രേവതി വരാൻ അല്പം വൈകിയിരുന്നെങ്കിൽ ഇവളിപ്പോ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. അച്ഛ ജീവിച്ചിരിപ്പില്ലെന്ന് ഞാൻ കരുതി. കുഞ്ഞിനെ കാർത്തിയാനി ആർക്കാ കൊടുത്തെന്ന് വല്ല രൂപമുണ്ടോ മോളെ? എന്റെ മോൻ തമിഴ്നാട്ടിൽ എവിടെയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്ന. നമ്മൾ എങ്ങനെ തിരിച്ചു പിടിക്കും മോളെ? എനിക്കൊന്നും അറിയില്ല കുഞ്ഞമ്മ. അവനെ അവർ കണ്ടെത്തി തന്നില്ലെങ്കിൽ പിന്നെ ഞാനുണ്ടാവില്ല. എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കണ്ട. കാർത്തിയാനിക്ക് അധിക ദിവസം ഒന്നും ഒളിച്ചിരിക്കാൻ പറ്റില്ല. പോലീസ് അവളെ പിടിക്കും. കുഞ്ഞിനെ ആർക്കാ കൊടുത്തതെന്ന് അവള് പറയുക തന്നെ ചെയ്യും. ഞാൻ രക്ഷപ്പെടുമെന്ന് അവർ കരുതിയതല്ല. അവരുടെ വീട്ടില് എന്നെ പൂട്ടിയിട്ടു. ചെവള വരാൻ വേണ്ടി കാത്തിരുന്നതാ. ചെവള എന്നെ കൊണ്ടുപോയെങ്കിൽ എനിക്കും എന്റെ കുഞ്ഞിനെ എന്ത് പറ്റിയെന്ന് പോലും ആരും അറിയില്ലായിരുന്നു. നിങ്ങളൊന്ന് പുറത്തു പോയേ, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. നിന്നോട് ഞാൻ ചെയ്ത തെറ്റുകൾക്കല്ല എൻ്റെ ഇനിയുള്ള ജീവിതം കൂടി ഞാൻ പ്രായശ്ചിത്തം ചെയ്യും. നിന്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ എനിക്ക് പോലീസിൻ്റെ സഹായമൊന്നും വേണ്ട. കാർത്തിയാനിയെ എൻ്റെ കൈ കിട്ടിയാൽ മാത്രം മതി. അവളുടെ അന്ത്യം എൻ്റെ കൈ കൊണ്ടാണെന്ന് ഞാൻ എന്നേ കുറിച്ച് കഴിഞ്ഞു. അവളെ അത്ര പെട്ടെന്നൊന്നും ഞാൻ കൊല്ലില്ല. ഇഞ്ചിഞ്ചാറ്റ് വെട്ടി നുറുക്കും. അപ്പോൾ അവൾ പറയും കുഞ്ഞെവിടെയുണ്ടെന്ന്. നിന്നോട് ക്ഷമ ചോദിക്കുകയല്ല വേണ്ടെന്ന് എനിക്കറിയാം. നിന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവരും. അതിന് ആരുടെയൊക്കെ ജീവനെടുക്കേണ്ടി വന്നാലും രാജപ്പം മടിക്കില്ല. നീ ഒരിടത്തും പോകരുത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ മക്കൾക്ക് നീ തുണയുണ്ടെന്ന് എനിക്കറിയാം. എന്നെക്കാൾ അവർ സ്നേഹിക്കുന്നത് നിന്നെയാ. ഓ, അത് ഇവിടുത്തെ കൊച്ചു തന്നെ. ഏത് നേരം തൊള്ളകേറില്ല. നീ പറയടാ. അയ്യോ, വാഗമണൊന്നും പറ്റത്തില്ല. ഇച്ചായന്റെ പരിചയക്കാരുണ്ട്. എവിടെ വേണേലും ഞാൻ വരാം. നീ വന്ന് മോളിക്കുട്ടിയെ കെട്ടിച്ചേരണം ഇച്ചായനോട് പറഞ്ഞാ മതി. ഓ, ഈ ജന്തുവിനെ കൊണ്ട് തോറ്റു. ഒരു വക കേൾക്കാൻ സമ്മതിക്കത്തില്ല. അതിന്റെ തള്ള കുളിക്കാൻ പോയേക്കുവാ. അതെ, നീ വാട്സപ്പിലോട്ട് വാ. അയ്യോ, ഇപ്പൊ സെൽഫി വിടാൻ എന്റെ ഡ്രസ്സൊന്നും കൊള്ളത്തില്ല. പോടാ, നീ എന്റെ വായിരിക്കുന്ന കേക്കു. ശരി, രാത്രി വിളിച്ചാ മതി. ഓ, അയ്യോ, കരയല്ലടാ. കുഞ്ഞിങ്ങനെ കിടന്ന് കരയുമ്പോ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുവാണോടി? നീ ഒരു സ്ത്രീയാണോ? എടുത്തോണ്ട് നടന്നിട്ടും കരച്ചിൽ നിർത്താത്തോണ്ടാ കിടത്തിയത്. അതിനിടയ്ക്ക് ഫോണൊന്ന് എടുത്തുപോയി. അല്ലാതെ 10 മിനിറ്റ് അല്ലേ ഞാൻ മാറി നിന്നുള്ളൂ. ഞാൻ പോകുമ്പോ ഇവൻ കളിച്ചോണ്ട് കിടക്കുവായിരുന്നല്ലോ. അതിന് വേറെന്തോ സൂക്കേടാ. എന്റെ കുഞ്ഞിന് എന്ത് സൂക്കേടാ? നീ പറ.
ചേച്ചി അവന് പാല് കൊടുക്കാത്തോണ്ടാ. കണ്ട പാൽപ്പൊടിയൊക്കെ കലക്കി കൊടുത്ത കൊച്ചിന്റെ വയറ് കേടാക്കിട്ട് എന്നെ കുറ്റം പറയുന്നത് എന്തിനാ? ഞാൻ എന്റെ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ചേച്ചി കൊച്ചിന് കൊടുക്കില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും ഇതൊക്കെ കുറെ കണ്ടതാ. 4 നേരം പാൽപ്പൊടിയും കലക്കി കുപ്പിയിലാക്കി കൊണ്ടുവന്നു. പിന്നെ എന്തിനാ? 3 മാസം വരെയെങ്കിലും മുലപ്പാല് കൊടുക്കായിരുന്നു. അതുകൊണ്ട് സൗന്ദര്യമൊന്നും കുറയത്തില്ല. പൊയ്ക്കോ എന്റെ മുന്നീന്ന്. കരയല്ലേ വാവേ. കരയില്ലട വാവേ. എന്തായാലും അർച്ചന തിരിച്ചു വന്നത് സന്തോഷമുള്ള വാർത്ത തന്നെയാ. അതേടാ, ഒരു പ്രതീക്ഷയില്ലാതെയാ പിള്ളേരവിടെ പോയത്. വരാനാദ്യം കൂട്ടാക്കിയതല്ല അവള്, എൻ്റെ മക്കളുടെ കരച്ചിലുകളുടെ കൂടെ പോകുന്നതാ. കുഞ്ഞിനെ കിട്ടുന്ന ആശാൻ വല്ല പ്രതീക്ഷയുണ്ടോ? അതിന് കിട്ടാനൊന്നും പോകുന്നില്ല. കാർത്തികനെ പിടിച്ച കുഞ്ഞിനെ കിട്ടുമെന്ന് അർച്ചന കരുതുന്നേ. കുഞ്ഞിനെ ആർക്ക് വേണ്ടിയാ കൊണ്ടുപോയെന്ന് കാർത്തികൻ എങ്ങനെ അറിയാനാ? ഇതിന്റെ പിന്നിൽ വലിയ മാഫിയുണ്ട്. ഭിക്ഷ എടുക്കാനൊന്നുമല്ല ഈ പ്രായത്തിലുള്ള കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്നത്. ആർക്കെങ്കിലും വളർത്താനാവും. സത്യം അതിനാവും. കുറെ കാലം അർച്ചന ഇങ്ങനെ വിഷമിച്ചൊക്കെ കഴിയും. പിന്നെ വിധിയുമായി പൊരുത്തപ്പെട്ടുള്ളൂ. ആശാൻ കുറച്ച് അലിവൊക്കെ കാണിക്കണം. അവളൊന്ന് കയറിയപ്പോ എന്റെ നെഞ്ചൊന്ന് പിടഞ്ഞതാ. ഞാൻ കൂടി അറിഞ്ഞാണ് അതൊക്കെ നടന്നതെന്ന് അവൾ പറഞ്ഞെങ്കിൽ എൻ്റെ മക്കളെന്നെ തള്ളി പറഞ്ഞാനെ. പിന്നെ നടന്നൊരു കാര്യം നിന്നോട് ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താ ആശാനെ? അവളുടെ വിവരം അറിഞ്ഞ് ഇളയ മോള് കഴുത്തി കുരുക്കിട്ടതാ. ആശാനെ? എനിക്കെല്ലാം പിഴച്ചു പോയടാ. ഞാൻ എത്രമാത്രം അർച്ചനയെ വെറുത്തോ അതിൻ്റെ 100 ഇരട്ടി എൻ്റെ മക്കൾ അവളെ സ്നേഹിച്ചു. ഇനിയിപ്പോ രാജപുരം മക്കള് 2 അല്ലടാ, 3. വാവക്കുട്ട. വാവ്. ഓ അമ്മയുടെ വാവേ. എന്റെ കയ്യിലിരിക്കുന്നതിനേക്കാൾ സുധിയുടെ കയ്യിലിരിക്കാൻ അവനിഷ്ടം. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മോളിക്കുട്ടിയെ കണ്ടാ മതി മോൻ കരഞ്ഞു തുടങ്ങും. അവൾ ആരാ മോള്? കുഞ്ഞിനെ കൈയേൽക്കാതിരിക്കാൻ നോവിക്കാനോ അവള് മടിക്കില്ല. വാ 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 വാ. അമ്മയുടെ മോൻ വാ. ഇവന്റെ ആളുകളെ കണ്ട ഇവനറിയാം. ആ പിന്നെ നൂലുകെട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മ എന്ത് പറഞ്ഞു? അമ്മ വരും. അച്ഛൻ പിന്നോട്ട് പിടിക്കുന്നോണ്ടാ അമ്മ ഇതുവരെ ഇങ്ങോട്ട് വരാതിരിക്കുന്നത്. സുധി ഒരു കാര്യം ചെയ്യേ, അച്ഛനെ ഒന്ന് വിളിക്കേ. ഞാൻ വിളിക്കില്ല. നിരഞ്ജന അതിനെന്നെ നിർബന്ധിക്കുകയും വേണ്ട. അല്ല, എന്റെ അച്ഛനെ ക്ഷണിക്കാൻ പറയുന്ന നിരഞ്ജന സ്വന്തം അച്ഛനും അമ്മയും ക്ഷണിക്കുന്നില്ലേ? വിവരം ഞാൻ പറയും. വരുന്നതും വരാതിരിക്കുന്നതും അവരുടെ ഇഷ്ടം. സ്നേഹയോടും പറയുന്നുണ്ട്. സുധി, ഞാൻ മോനെ ഒന്ന് ഉറക്കിയിട്ട് വരാം. പോയിട്ട് വാ. ഓ വാ വാ വാ. സാറേ, ചായ. സാറിന് ജോലി സിംഗപ്പൂരിലാണല്ലേ? സാർ ഉടനെ പോകുന്നൊക്കെ കേൾക്കുന്നല്ലോ. ലീവ് കഴിഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റൂ? സാറ് വന്നിട്ട് ഒത്തിരി ദിവസമായോ? 2 മാസത്തെ ലീവിനാ വന്നത്. എന്തേ? ഒന്നുമില്ല. ഭാര്യയുടെ പ്രസവത്തിന് സാറ് വന്നു. പ്രസവം കഴിഞ്ഞ ഉടനെ പോവുകയും ചെയ്യുന്നു. അതല്ലേ ചെയ്യേണ്ടത്? അതല്ല, ലീവിന് നാട്ടിൽ വന്നപ്പോ ഭാര്യയ്ക്കൊപ്പം ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞതാ. പിന്നെ 2 മാസം ഞാൻ ആരോടൊപ്പമാ ജീവിച്ചത്? ഈ സാറിന്റെ ഒരു കാര്യം ഒന്നും അറിയാത്ത പോലെ. ഇനിയിപ്പോ 1 വർഷം കഴിഞ്ഞല്ലേ സാറ് വരൂ? ഞാൻ എപ്പോ വന്നാ നിനക്കെന്താ? സാർ ഇനി വരുമ്പോ ഞാൻ ഇവിടെ കാണത്തൊന്നുമില്ല. അതിന് ഞാൻ എന്ത് വേണം? ഹോ, ഇങ്ങനെയുണ്ട് ആണുങ്ങള്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലെ. ചേച്ചിയുടെ കൺട്രോളിലാണല്ലേ സാറ്? എനിക്കത് തോന്നി. അതെ, നീ നിന്ന് കൊഞ്ചാതെ പോയെ. നീ എന്താ ഇവിടെ? ഞാൻ സാറിന് ചായ എടുക്കാൻ വന്നതാ. സുധിക്ക് ചായ കൊടുക്കാനൊക്കെ എനിക്കറിയാം. എനിക്ക് മാറാ രോഗമൊന്നുമില്ല. ചായ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ. പിന്നെന്താ കൊടുത്ത? നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
രോഗം ചേച്ചിക്ക, സംശയരോഗം. അതിന്റെ ലക്ഷണം ഈ സാറിന്റെ മുഖത്തും ഉണ്ട്. അഴകേശൻ ഇങ്ങനൊന്നിനെ എവിടുന്ന് കിട്ടി? വിട്ടേക്ക് നിരഞ്ജന, നമ്മുടെ ഇഷ്ടങ്ങൾക്കൊത്തൊരാളെ കിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാനിത് സഹിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും അവളിവിടെ നിൽക്കില്ല. ഇതും സഹിക്കല്ലാതെ വേറൊരു വഴിയില്ല. ഇങ്ങിതാ. നിങ്ങളിങ്ങനെ ഒച്ചയും വെള്ളം വെച്ചിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ആരോട് ചെന്ന് പറയും? അതുകൂടി സാറ് പറഞ്ഞതാ. കൊച്ചിനെ നഷ്ടപ്പെട്ടിട്ട് 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ വന്നാന്ന കാര്യം മറക്കരുത്. അതിനുള്ള കാരണം ഞാൻ സാറിനോട് പറഞ്ഞതാ. സാർ അതിന്റെ പേരിൽ ഒഴിയാൻ നോക്കരുത്. പ്രതികളുടെ പേര് സഹിതമല്ലേ സാർ ഞാൻ കംപ്ലൈന്റ് തന്നത്? അതല്ലാതെ എന്റെ കുഞ്ഞിനെ ആരോ കൊണ്ടുപോയി നല്ലല്ലോ. 2 സ്ത്രീകളെ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് സാർ പറഞ്ഞു. എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? എന്റെ പരാതിക്ക് ഒരു പരിഗണനയും നൽകിയിട്ടില്ല എന്നല്ലേ? എടോ, പോലീസിന് ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് ഷോ കാണിച്ചിട്ടൊന്നും കാര്യമില്ല. നഷ്ടപ്പെട്ടത് എന്റെ കുഞ്ഞിനെയോ? എനിക്ക് അതിന്റെ വേദന അറിയൂ. നിന്റെ ചരിത്രമൊന്നും നീ ഇങ്ങോട്ട് പറയണ്ട. പുറത്ത് പറയാൻ കഴിയുന്ന കാര്യവുമല്ല. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. സാർ ക്ഷമിക്കണം, ഇവളുടെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. എന്ത് സങ്കടമാണ് കൊച്ചിന്റെ കാര്യത്തിൽ ഇവക്കുള്ളത്? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കള്ള് കച്ചവടക്കാരിയുടെ കൂടെ പോയി ഇവള് വെറുക്കുവോ? അവളുടെ ചെലവിലല്ലേ ഇവള് ജീവിച്ചത്. അടിഞ്ഞാടി ജീവിക്കുന്ന ഇവളുടെ ഒന്നും പഴിയേക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാൾ ഇവളെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. വാ മോളെ, പോവാ. ഇനി നിങ്ങളെ വിശ്വസിച്ച് ഞാൻ കഴിയില്ല. എന്നാ നീ ഇറങ്ങി അന്വേഷിക്കടി. നീതി കിട്ടാൻ എവിടെ പോണോന്ന് എനിക്കറിയാം. ഞാൻ പോയി മുഖ്യമന്ത്രിയെ കാണും. അവിടുന്ന് കൈയൊഴിഞ്ഞ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കിടന്ന് ഞാൻ മരിക്കും. ഞാനിത് വെറുതെ പറയുന്നതല്ല സർ. എനിക്ക് ജീവനുള്ള കാലം വരെ എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ പിഴച്ചു പറ്റതാണോന്നോ എന്റെ കുഞ്ഞിന് അച്ഛനുണ്ടോന്നോ നിങ്ങൾ അറിയണ്ട. ഞാനൊരു അമ്മയാണെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. വാ മോളെ, നമുക്ക് പോവാം. വാ മോളെ. സർ, ഇരിക്കടോ. താങ്ക് യു സർ. അവള് CM-നെ കാണുമെന്ന്, സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിരാഹാരം കിടക്കുമെന്നൊരു ഭീഷണി. അവളത് ചെയ്യും സർ. നമ്മൾ കരുതുന്ന പോലെ ഒരു പെണ്ണല്ല അവള്. ഞാനവളുടെ കുഞ്ഞമ്മയോട് സംസാരിച്ചു. അവൾ അടങ്ങിയിരിക്കില്ല. നല്ല വിദ്യാഭ്യാസമുള്ള പെണ്ണാ. എങ്ങനെയോ ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഇപ്പം ഈ വിഷയം മീഡിയയിലൊന്നും എത്തിയിട്ടില്ല. അവരുടെ ശ്രദ്ധയിൽപ്പെട്ട പിന്നെ നമുക്ക് ഇരിക്കപ്രതി ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ആ 2 സ്ത്രീകളെയും കണ്ടുപിടിക്കണം സർ. ദാ, അച്ചുച്ചി, കാർത്തിയനെ കിട്ടിയോ? ഇല്ല, റോസിയെ പറ്റിയും അവർക്കൊന്നും അറിയില്ലെന്ന്. നീ അയാളോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. പോലീസുകാർ ഒരു പരുവത്തിന് കൊണ്ടുപോകാൻ പറ്റൂ. കുത്തി നോവിച്ചപ്പോ പിന്നെ കേട്ടിരിക്കാൻ തോന്നിയില്ല. അയ്യോ, അപ്പൊ അവിടെ വെച്ച് വഴക്കുണ്ടായോ? അയാളുടെ പറച്ചിൽ കേട്ട ആരും വഴക്കിട്ടു പോകും. കാർത്തിയാനിയെ നമ്മൾ പിടിച്ചു കൊടുത്താൽ കേസ് തെളിയിക്കാമെന്ന മട്ടില്ല ആ ഇൻസ്പെക്ടറുടെ സംസാരം. അവളെ കൈ കിട്ടിയ പോലീസിന്റെ മുന്നിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നും എനിക്കില്ല. അവർക്ക് ഈ കേസിൽ താല്പര്യമില്ലാന്ന് ഇന്നത്തോടെ എനിക്ക് മനസ്സിലായി. പണവും സ്വാധീനവും ഇല്ലാത്ത പാവങ്ങൾക്ക് ഒരിടത്തും നീതി കിട്ടില്ല. ആ SIക്ക് മുഖം കൊടുക്കാതെ ഒളിച്ചും പതുങ്ങിയോ ഞാൻ നിന്നേ. കാർത്തിയാനയുടെ വീട്ടിൽ വെച്ച് എന്നെ അയാൾ കണ്ടതാ. ഭാഗ്യത്തിന് മുന്നിൽ ചെന്ന് പെട്ടില്ല. ഇനി വിവരം അന്വേഷിച്ച് അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എങ്ങനെയാ അവളോട് പറയാ? അവക്ക് തോന്നണ്ടേ?
ചൂണ്ടിക്കാണിക്കാൻ കുഞ്ഞിനൊരു അച്ഛനില്ല. അതൊക്കെ കൊണ്ട് തന്നെയാ അവര് വേണ്ടത്ര പരിഗണന തരാത്തത്. കൊച്ചിൻ്റെ അച്ഛൻ ആരാന്നറിഞ്ഞാ അയാൾ ചാടി എണീക്കും. അല്ല, അവൾ മുഖ്യമന്ത്രിയെ കാണും സത്യാഗ്രഹം ഇരിക്കുമെന്നൊക്കെ പറഞ്ഞത് മനസ്സിലൊന്നും വച്ചിട്ടാണോ ഡേ? അവളത് ചെയ്യുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഇനി അവള് പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കല്ല. അവളതിന് ഒരുമിട്ട വലിയ അപകടം വരാൻ പോകുന്നേ. പത്രത്തിലും ടി വിയിലൊക്കെ വാർത്ത വരില്ലേടേ. വിശ്വനാഥ് സാറിന്റെ കാതിലും അതെത്തും. ഒരു കണക്കിനത് നല്ലതല്ലേ? അയാൾ കുഞ്ഞിനെ കണ്ടുപിടിക്കട്ടെ. കൊച്ചിനെ അവൾക്ക് കിട്ടുമെന്നാണോ നീ കരുതുന്നേ? അച്ഛന്റെ ആളുകൾ കുഞ്ഞിനെ കൊണ്ടുപോയിന്ന് നമുക്ക് സമാധാനിച്ചുകൂടെ? ഇനിയിപ്പോ വല്ല ഭിക്ഷക്കാരുടെയും കയ്യിലാണോ ആ കുഞ്ഞെന്ന് ആർക്കറിയാം? അയാൾ കൊണ്ടുപോയി വളർത്തട്ടെ. ആ 15-ന് തന്നെ ഞാൻ വരും. വൈഫ് അവളുടെ വീട്ടില. ആകാശിനെ അറിയുമോന്നറിയില്ല. അങ്ങനൊരു ചടങ്ങുണ്ട്. ഒരു ചേഞ്ച് അത്രേ ഞാൻ കരുതുന്നുള്ളൂ. നോക്കട്ടെ, അതൊക്കെ നമുക്ക് അവിടെ വന്നിട്ട് തീരുമാനിക്കാം. ഓക്കെ ആകാശ്, ബൈ. കുറെ നേരം ആയല്ലോ രണ്ടാളൂടെ. അവൻ ഫോൺ വെക്കണ്ടേ? ഒരു അപ്പാർട്ട്മെന്റ് റെഡി ആക്കിയിട്ടുണ്ട്. അതിന്റെ ഫർണിഷിംഗ് നടക്കുക. കൊള്ളാലോ. ആകാശിനെന്താ സുധിയുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? ആ, ഞാനിതുവരെയും തന്നോട് പറയാതിരുന്നതാ. പഠിക്കുന്ന കാലത്ത് ഞാൻ അവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്നവൻ്റെ അച്ഛൻ മുംബൈയിൽ ഏതോ ഒരു കമ്പനിയിലായിരുന്നു. പിന്നീടാ സിംഗപ്പൂരിലേക്ക് എത്തി അവർ രക്ഷപ്പെടുന്നത്. ആ സ്നേഹം അവൻ്റെ മനസ്സിലുണ്ട്. സുധിയുടെ കാര്യത്തിൽ എനിക്കിപ്പോ ടെൻഷനൊന്നുമില്ല. തൻ്റെ ആൻറ്റി വരുന്നുണ്ടോ? 16-ന് ആൻറ്റി എത്തും. സുധി 15-ന് പോകുന്നു കേട്ടപ്പോ കുറച്ച് മുമ്പേ എത്തിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ അവർ വരുന്നെങ്കിൽ എനിക്കൊന്ന് കാണാമായിരുന്നു. ഞാനത് പറയാം. ഏറിയ 2 മാസം, അതിനപ്പുറമൊന്നും അവരിവിടെ നിൽക്കാൻ പോകുന്നില്ല. പിന്നെ ആൻറ്റി വരുന്നതിന് മുമ്പ് എനിക്കൊരു ആൽബം ഉണ്ടാക്കണം. സുധി എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് തരുമോ? താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനിത് പറഞ്ഞാൽ സുധി ചിരിക്കും. ഒരു കോമാളി വേഷം, പ്രഗ്നൻസിയുടെ ഏതാനും സ്റ്റേജുകൾ. ആരുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കാനത്? ബാലിശമാണെന്ന് സുധിക്ക് തോന്നുമെങ്കിലും എനിക്കത് വേണം. വെച്ച് കെട്ടിയതിൻ്റെ പോസ്റ്റ് ചെയ്യുന്നതെങ്കിലും ആ നിമിഷങ്ങൾ ഞാൻ അനുഭവിച്ചതായിട്ടേ എനിക്ക് ഫീൽ ചെയ്യൂ. അങ്ങനത്തെ കുറച്ച് ഫോട്ടോസ് എനിക്ക് വേണം. ഒടുവിൽ എൻ്റെ മോൻ്റെ കൂടെ കിടക്കുന്ന കുറച്ച് ഫോട്ടോസ്. അങ്ങനെയൊക്കെയാ ഞാൻ എൻ്റെ മോൻ്റെ അമ്മയായതെന്ന് എനിക്ക് തോന്നണം. തൻ്റെ ചിന്തകൾ പോകുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നമ്മുടെ മോനെ ആവശ്യപ്പെട്ട് ഇനി ആരും വരില്ല. പൈസ അത് മറന്നു കഴിഞ്ഞതല്ലേ. എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായെങ്കിൽ അവളുടെ നമ്പർ പൈസ എനിക്ക് തന്നേനെ. സുധി പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ എനിക്കൊരു ആൽബം വേണം. ഇനി ആ മോഹം വേണ്ടാന്ന് വെക്കണ്ട. മോൻ്റെ ഒരു ആൽബം ഉണ്ടാക്കുമ്പോൾ അതിലിത് ചേർത്ത് വെക്കാം. തിരിച്ചറിവുണ്ടാവുമ്പോൾ അവനും കാണട്ടെ. എന്നാ ചെന്ന് തയ്യാറായിക്കും. നമുക്ക് ഫോട്ടോഷൂട്ട് തുടങ്ങാം. മോളിക്കുട്ടി കാണാതെ നോക്കിക്കൊള്ളണം. ചെല്ല്. തലവേദന പിടിച്ച കേസാ ഫൈസി. നാളെ കള്ളുകാർത്തിയായനെ തിരഞ്ഞ് ചങ്ങനാശ്ശേരിക്ക് പോകുന്നു. അവിടെ എന്താ? അവിടുന്നാണത്രേ അവള് തെന്മലയ്ക്ക് കെട്ടിയെടുത്തത്. ആ പെണ്ണ് പറഞ്ഞറിവേ ഉള്ളൂ. 10-20 വർഷങ്ങൾക്ക് മുമ്പ് അവൾ അവിടുന്ന് പോന്നതാ. ഏത് സ്ഥലത്താന്ന് പോലും അറിയില്ല. എല്ലാം ഒരു പ്രഹസനം. അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എങ്ങനെയാ? എന്ത് സ്റ്റാറ്റസ്? ഒരു ഇമ്പ്രൂവ്മെന്റും സംഭവിച്ചിട്ടില്ല. എല്ലാം ഒന്ന് തണുത്ത് വന്നതായിരുന്നു. അതിനിടയ്ക്കാ ആ പെണ്ണ് വന്ന് സിഎയുടെ മുമ്പിൽ ഒരു ഷോ നടത്തിയത്. ഷോ നടത്തിയെന്നോ? കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ അവൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം നടത്തുമെന്ന്. CM-നെ കാണാനും പോവുക അത്രേ. കാര്യങ്ങൾ പുറം ലോകം അറിയുന്ന ലക്ഷണമാണ് വരാൻ പോകുന്നത്. ആ 2 സ്ത്രീകളെ കിട്ടാൻ എന്ത് ചെയ്യാന്? കൂട്ടത്തിൽ ഒരുത്തം കൂടിയുണ്ട്. അവനെ പറ്റി ഒരു വിവരവുമില്ല. അർച്ചനയിൽ നിന്ന് കിട്ടിയ വിവരം വെച്ച് അവന്റെ പെങ്ങളെ ചെന്ന് കണ്ടു. പ്രസവിച്ച ഹോസ്പിറ്റലിലും പോയി. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ? കുഞ്ഞിനെ കിട്ടിയിട്ട് അവൾ എന്ത് ചെയ്യാനാ? അവിവാഹിതയായ ഒരു അമ്മയ്ക്ക് അതിനെ വളർത്താൻ പറ്റുമോ? മനസ്സിൽ പറയാമെങ്കിലും നമുക്കത് ചോദിക്കാൻ പറ്റുമോ? അവൾ M.Com വരെ പഠിച്ചതാ.
ഒരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷയാണ് അവൾക്കുള്ളത്. ഇനി ഒരു ജീവിതമില്ലത്രേ. കുഞ്ഞിനെ വളർത്താനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അബോർട്ട് ചെയ്യാതെ കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറായത് അതുകൊണ്ടാ. അവൾക്ക് വേണമെങ്കിൽ അതിനെ ഇല്ലാതാക്കാമായിരുന്നു. കൂടുതൽ അറിഞ്ഞു വന്നപ്പോൾ എനിക്കും അവളോട് സഹതാപം തോന്നി. പല വീടുകളിലും ഒളിച്ചു താമസിച്ച അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചത്. അവളൊരു മോശക്കാരിയാണെങ്കിൽ എന്നേ പാപക്കറ കഴുകിക്കളഞ്ഞ് മാന്യത ചമഞ്ഞ് ജീവിച്ചേനെ. സത്യം പറയാലോ ഫൈസി, ആ കുഞ്ഞിനെ കൈയടക്കി വച്ചിരിക്കുന്നവർ അവരുടെ അവസ്ഥ കണ്ട കുഞ്ഞിനെ വിട്ടുകൊടുക്കും. എങ്ങനെ പ്രസവിച്ചതാണെങ്കിലും ഒരമ്മയും കുഞ്ഞിനു വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ചിട്ടുണ്ടാവില്ല. ഇനി രാവിലെ ചങ്ങനാശ്ശേരി യാത്ര. പോയതുപോലെ തിരിച്ചു വരാമെന്ന് മാത്രം. ചേച്ചി, ദേവതേച്ചി എണീക്ക്. എന്താടി? അച്ചുവേച്ചി കാണുന്നില്ല. അയ്യോ, അച്ചുവേച്ചി ആരോടും പറയാതെ പോയി. ചേച്ചി, ചേച്ചി, അച്ചുവേച്ചി. ഇവിടെ ഇരിക്കുന്നു. ചേച്ചി, അച്ചുവേച്ചി എന്തിനാ പാതിരാത്രി ഇവിടെ വന്നിരിക്കുന്നത്? ഞങ്ങള് പേടിച്ചുപോയി. കിടന്നിട്ട് ഉറക്കം വരാതെ ഞാൻ ഇവിടെ വന്നിരുന്നതാ മക്കളെ. അല്ല, ഈ സമയത്ത് അച്ചുവേച്ചി ഇവിടെ വന്നിരിക്കണമെങ്കിൽ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അച്ചുവേച്ചി ജീവിതം അവസാനിപ്പിച്ച് കളയുന്നല്ലേ മോള് പേടിക്കുന്നത്? ഞങ്ങൾക്ക് പേടി തന്നെയാ ചേച്ചി. നിഴല് പോലെ നിങ്ങൾ രണ്ടുപേരും എന്റെ പിന്നാലെ നടക്കുമ്പോ തന്നെ അച്ചുവേച്ചിക്ക് അതറിയാമായിരുന്നു. അച്ചുവേച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്താ പിന്നെ ഞാനുണ്ടാവില്ല. എന്റെ അച്ചുവേച്ചിയാണ് സത്യം. എനിക്കും വേണ്ട പിന്നൊരു ജീവിതം. അച്ചുവേച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. നമുക്ക് ഒരുമിച്ച് മരിക്കാം. അച്ചുവേച്ചി ഒറ്റയ്ക്ക് പോവാതിരുന്നാ മതി. അങ്ങനൊന്നും പറയല്ലേ മോളെ. ഞാൻ മരിച്ചാ പിന്നെ എന്റെ മോൻ ആരാ ഉള്ളത്?